ഇപ്പോൾ ഗതാഗത വകുപ്പ് മന്ത്രി കെ ഗണേഷ് കുമാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഗണേഷ് കുമാർ നമ്മുടെ ഏറ്റവും വലിയ പാട്ടുകാരനാണ്, ഇന്ന് വിടവാങ്ങിയിരിക്കുന്നത്. അദ്ദേഹത്തെ എങ്ങനെയാണ് ഗണേഷ് കുമാർ അനുസ്മരിക്കുന്നത്? മലയാള സിനിമയിൽ രണ്ട് ഗായകരേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ മനസ്സിൽ ഓർമ്മയുള്ളത് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ രണ്ട് ഗായകർ, ഒന്ന് ദാസേട്ടനും ഒന്ന് ജയേന്ദ്ര ചേട്ടനുമായിരുന്നു. അദ്ദേഹത്തിന്റെ വേർപാട് നമുക്ക് ഒരുപാട് നല്ല ഗാനങ്ങൾ ആ കാലത്ത് മാത്രമല്ല പുതിയ തലമുറയിൽ വന്നതിന് ശേഷവും അദ്ദേഹം ന്യൂ ജനറേഷനിൽപ്പെട്ട സംവിധായകരോടൊപ്പം അദ്ദേഹം നിരവധി ചിത്രങ്ങളിൽ പാടി. അതൊക്കെ നമുക്ക് മനസ്സിൽ നിന്ന് മായാത്ത പാട്ടുകളാണ്. പാട്ട് ഇത്രയും ഒരു ഒരു യാതൊരു പ്രകസനങ്ങളും ഇല്ലാത്ത ഒരു മനുഷ്യനായിരുന്നു. വളരെ സാധുവായ ഒരു മനുഷ്യനാണ്. ഈ സിനിമയുടെ പൊളിറ്റിക്സുകളൊന്നും അറിയാത്ത ഒരാൾ. അദ്ദേഹം തന്റെ കഴിവുകൊണ്ട് മാത്രമാണ് സിനിമയിൽ പിടിച്ചു നിന്നത്. അന്നത്തെ കാലത്തൊക്കെ സിനിമയിൽ ഒരുപാട് പൊളിറ്റിക്സ് ഉണ്ട്. ആ ഒരു രാഷ്ട്രീയം പൊളിറ്റിക്സ് ഒന്നും അറിയാത്ത ഒരു നല്ല മനുഷ്യനാണ്. നല്ലൊരു ഗായകൻ എന്നൊരു നല്ല മനുഷ്യനായിരുന്നു. പക്ഷെ നല്ല ഗായകനാണ്. കാരണം ദാസേട്ടനൊക്കെ കത്തി ജ്വലിച്ച് നിൽക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഒരാൾക്ക് സ്വന്തം വ്യക്തിത്വം ഈ രംഗത്ത് നിലനിർത്താൻ കഴിഞ്ഞത് അദ്ദേഹത്തിന് മാത്രമായിരുന്നു. നമുക്ക് ഒരിക്കലും മറക്കാനൊക്കാത്ത ഒരുപിടി ഗാനങ്ങൾ. അത് നമ്മൾ പലപ്പോഴും ചിന്തിക്കുക ശ്രീ ജയചന്ദ്രൻ അല്ലാതെ മറ്റാര് പാടാൻ എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള മനോഹരമായ പാട്ടുകളാണ്. പണിതീരാത്ത വീടൊക്കെ ശ്രീകുമാരൻ നമ്പി സാറിന്റെ പാട്ടുകൾ പലതും മനോഹരമായി പാടിയിട്ടുണ്ട്. നമുക്കൊരു ആ ഒരു സംഗീതത്തെ സ്നേഹിച്ച മനുഷ്യൻ, അതുപോലെ സംഗീത രംഗത്ത് വന്ന പുതിയ ജനറേഷൻ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം. ഒരിക്കലും അദ്ദേഹം ആർക്കും ഒരു തടസ്സമായി നിൽക്കാതെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അദ്ദേഹത്തിന്റെ പുതിയ തലമുറയിൽ വന്ന പാട്ടുകളും സൂപ്പർ ഹിറ്റുകളാണ്. സൂസു ശ്രുതി വാക്യം എന്ന പടത്തിലൊരു പാട്ടുണ്ട്, മനോഹരമായ പാട്ടാണ്. അതൊക്കെ നമ്മൾ മനസ്സിൽ നിന്ന് മായാത്ത പാട്ടാണ്. ഇത്രയും അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് അറിയുമ്പോൾ നമുക്ക് വലിയ വിഷമമായിരുന്നു. കാരണം വളരെ സിനിമയിൽ ഒരു സാധുവായ മനുഷ്യൻ എന്ന് പറയാം. നല്ല മനോഹരമായ ഗാനങ്ങൾ പാടിയ അദ്ദേഹത്തിന്റെ വേർപാട് ഒരു വലിയ നഷ്ടമാണ്. അതൊരു ശരിക്കും അത് ഇപ്പോഴും പാടുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും സന്തോഷിപ്പിച്ചിരുന്നാലും. ഈ അടുത്ത കാലം അദ്ദേഹം നല്ല പാട്ടുകൾ നമുക്ക് നൽകിയിരുന്നു എന്നുള്ളത് ഏറ്റവും അങ്ങനെ ഒരാളെയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. അദ്ദേഹം ഒരു സിനിമയിൽ നിന്നൊക്കെ വിട്ടുപോയിട്ട് നഷ്ടപ്പെട്ട ആളല്ല. നല്ല ഒരു സംഗീത വ്യക്തിത്വം ഈ അടുത്ത കാലത്തും ഈ തലമുറയിലും ന്യൂ ജനറേഷനിലും നിലനിർത്തി പോകുന്ന ഒരു ഗായകനായിരുന്നു. അദ്ദേഹത്തിന്റെ പെരുമാറ്റ രീതിയും അതുപോലെ തന്നെ വളരെ സ്നേഹത്തോടെയും സൗമ്യതയോടെയും എല്ലാവരോടും ബിഹേവ് ചെയ്യുന്ന ഒരാളായിരുന്നു. വളരെ നല്ല സ്നേഹബന്ധങ്ങൾ വെച്ച് പുലർത്തുന്നു. സുഹൃത്തുക്കളുമായൊക്കെ തിരുവനന്തപുരത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം നല്ല ഒരുപാട് സുഹൃത്തുക്കൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അവരുമായിട്ടൊക്കെ വളരെ നല്ല സ്നേഹബന്ധം പുലർത്തുകയും അവരോടൊപ്പം സമയം ചെലവഴിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. വളരെ വലിയൊരു നഷ്ടം തന്നെയാണ് മലയാള സിനിമയ്ക്ക്. മലയാള സംഗീതത്തെ, സിനിമാ ഗാനങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വലിയൊരു നഷ്ടം തന്നെയാണ് ജയചന്ദ്രന്റെ വേർപാട്. ഓക്കെ, ഗണേഷ് കുമാർ, സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറാണ് അദ്ദേഹത്തെ അനുസ്മരിച്ചത്. ഇവരൊക്കെ തന്നെ ഒരുപാട് കാലം സിനിമയുടെ യാത്രയിൽ കണ്ടുമുട്ടിയിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഓർക്കാൻ ഒരുപാട് കാര്യങ്ങളും ഉണ്ടാകും. ഹാഷ്മി താജ് ഇബ്രാഹിം കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഹാഷ്മി, 5 പതിറ്റാണ്ടിലേറെ, ഏതാണ്ട് 6 പതിറ്റാണ്ടോളം ഒരുപാട് നിത്യസുന്ദര ഗാനങ്ങൾ നമ്മളുമായി പങ്കുവച്ചവരാണ്. അതുപോലെ വരികളിൽ പ്രതിഫലിക്കുന്ന അർത്ഥം തൻ്റെ ആലാപനത്തിലൂടെ പുറത്തു കൊണ്ടുവരാനും വരികൾക്ക് ആവശ്യമുള്ള ഭാവം അത് അർഹിക്കുന്ന നിലവിൽ കൊടുക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു പാട്ടുകാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രസക്തി കൂട്ടുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഉറപ്പായും എസ്കെ, അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മലയാളത്തിൻ്റെ എക്കാലത്തെയും അല്ലെങ്കിൽ ഒരേ ഒരു ഭാവഗായകൻ എന്ന വിശേഷത്തിന് അർഹൻ അദ്ദേഹം മാത്രമാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വന്നത് അദ്ദേഹത്തിൻ്റെ 50 വയസ്സിന് മുകളിലുള്ള സമയത്താണ് അദ്ദേഹം ഔട്ട്ഡേറ്റഡ് ആയിപ്പോയി എന്നൊക്കെ ചില കോണുകളിൽ ആരോപണ കുന്തമനോത്സവം സമയത്താണ് പ്രായം തമ്മിൽ ഭേദം നൽകി എന്ന് പറഞ്ഞ പാട്ട് തുടങ്ങുന്നു. എന്നിട്ട് പാടൂ നാട്ടുമൈനെ എന്നുള്ളതിൽ അതിൽ നൃത്തം വയ്ക്കാത്ത യുവാക്കൾ അക്കാലത്തില്ല. സ്കെൻ എന്ന് പറഞ്ഞാൽ 17കാരൻ്റെ ശബ്ദത്തിൽ അന്ന് ഒരു തലമുറ ഒന്നാകെ നൃത്തം വെച്ച പാട്ടാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വൈബ്രൻസി അങ്ങനെ യുവാക്കളുടെ കാലുകളിലേക്ക് നൃത്തരൂപത്തിലേക്ക് ചലിപ്പിക്കുന്ന രൂപത്തിലേക്ക് എത്തിക്കാൻ ആ ശബ്ദത്തിന് കഴിഞ്ഞു. സ്കെൻ അതുപോലെ മറ്റൊരു ഗാനമാണ്, വിരഹം പറയുന്ന ഗാനമാണ്, മറന്നിട്ടും എന്തിനോ മനസ്സിൽ തുള്ളുമ്പോൾ മൗനാനുരാഗത്തിൻ്റെ ലോലഭാവം എന്ന പാട്ട് അവസാനിക്കുന്നത് എന്തിനെന്നറിയില്ല ഞാൻ എൻ്റെ മുത്തിനെ എത്രയോ സ്നേഹിച്ചിരുന്നിരുന്നു എന്ന് പറഞ്ഞ് തീരുമ്പോൾ ഒരു പ്രണയവിരഹം ഉള്ളിലുള്ള ആൾക്ക് ആ നഷ്ടപ്രണയമോർത്ത് കൺകോണിലൊരു തുള്ളി കണ്ണുനീർ ഉറപ്പായും വന്നിരിക്കും. അത് കണ്ണടച്ച് കേൾക്കുകയാണെങ്കിൽ ആ വിരഹം, ആ പ്രണയവിരഹത്തെ അല്ലെങ്കിൽ പ്രണയനഷ്ടത്തെ ആ വാക്കിൻ്റെ ഭാവത്തിലൂടെ അങ്ങനെ കേൾവിക്കാരൻ്റെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ കുത്തിവെക്കാൻ കഴിയുന്ന ഒരു ശബ്ദമാന്ത്രികത്വം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് എസ്കെ മറ്റൊരു ഗാനം നേരത്തെ വേണുഗോപാൽ പറഞ്ഞാണെന്ന് തോന്നുന്നു, സന്ധ്യയ്ക്കെന്തിന് സിന്ദൂരം, ചന്ദ്രയ്ക്കെന്തിന് വൈഡൂര്യം, കാട്ടാറിനെന്തിന് പാദസരമൻ, കൺമണിക്കെന്തിന് ആഭരണം എന്ന് പറയുമ്പോൾ
പ്രണയിനോടുള്ള അഭിനിവേശം, അതിനോടുള്ള സ്നേഹം, സ്നേഹവായ്പ് ഒക്കെയും ആ വരികൾ, ആ പാട്ട് മൊത്തം കണ്ണടച്ച് പ്രണയമുള്ള ഒരാൾ കേട്ട് കഴിഞ്ഞാൽ ആ പ്രണയിനി കൺമുന്നിൽ വന്ന് നിൽക്കുന്നത് പോലെ തോന്നുന്ന രീതിയിലുള്ള ഭാവം, ആ പ്രണയഭാവം അങ്ങനെ ആഴത്തിലേക്ക് ഇറക്കാൻ കഴിയുന്ന ഭാവം. അതോടൊപ്പം തന്നെ മറ്റൊരു പാട്ട് നോക്കിയാൽ ഈ പൊടിമീശ മുളക്കണ കാലം, ഇടനെഞ്ചിൽ ബാൻഡണി മേളം എന്ന് പറഞ്ഞാൽ അതിൽ എന്താണ്, പെരുന്നാളിന് പള്ളിയിലെത്ത് എന്ത് കൊതിച്ചാണ് അന്നാ വഴി വരവിന് കാരണം അവളുടെ കരിനീലക്കണ്ണ്, അവളൊരു ക്രിസ്ത്യാനിപ്പെണ്ണ് എന്ന് പറയുമ്പോൾ ഒരു കുസൃതിയാണ്. ആ കുസൃതി അങ്ങനെ അത് കേൾക്കുന്ന ആളുടെ ചുണ്ടിൽ ഒരു ചെറിയ ചിരി വെടിത്ത രീതിയിലുള്ള കുസൃതി, അതങ്ങനെ കൺവേ ചെയ്യാൻ കഴിയും. അങ്ങനെ ഇപ്പം നമ്മൾ ഓരോരോ പാട്ടെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏതേത് പാട്ടാവട്ടെ, അദ്ദേഹം പാടിയ ഓരോരോ പാട്ടാവട്ടെ, ആ പാട്ടിൻ്റെ ഭാവം ഒരുപക്ഷെ അതിൻ്റെ വരികളേക്കാൾ കൂടുതലോ അതിൻ്റെ സംഗീതത്തെക്കാൾ കൂടുതലോ അതിൻ്റെ വരികൾ അർഹിക്കുന്ന ഭാവം എന്താണോ ആ ഭാവം 101% അല്ലെങ്കിൽ 100% കേൾവിക്കാരൻ്റെ ഹൃദയത്തിലേക്ക് ആഴ്ത്തിയിറക്കാൻ കഴിയുന്ന ഒരു മാന്ത്രിക ശബ്ദം എന്ന് ഉറപ്പായും പറയാം. അതുകൊണ്ടാണ് ഈ പറയുന്ന പാട്ടുകൾ, 10,000-ലധികം പാട്ടുകൾ, ഈ പാട്ടുകളുടെ ബാഹുല്യത്തിലും ഓരോരോ പാട്ടുകൾ വേറിട്ട് നിൽക്കുന്നത് അതുകൊണ്ടാണ്. ഉറപ്പായും ഈ കാലത്തിൻ്റെ ഏറ്റവും വലിയ നഷ്ടം ഈ കാലത്തിൻ്റെ സംഗീത സമ്പത്ത് എന്ന് ഉറപ്പായും പറയാം. 57 നേരത്തെ എസ്കേൻ പറഞ്ഞു, 58 മൃദംഗത്തിൽ 1-ാം സ്ഥാനം ജയചന്ദ്രന്, ശാസ്ത്രീയ സംഗീതത്തിൽ 1-ാം സ്ഥാനം യേശുദാസിന്. അതിനുശേഷം ഇങ്ങോട്ട് സിനിമയിലേക്ക് വരുമ്പോൾ ഈ രണ്ടുപേരും മലയാള സിനിമയിൽ ആഴത്തിൽ വേരോടുന്ന അല്ലെങ്കിൽ ആകാശത്തോളം പടർന്നു നിൽക്കുന്ന വലിയ വൻമരങ്ങളായി വന്നു. അവിടെ